ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള പൂവാറാണ്. പൂവാറ് നമ്മളൊന്ന് ബോട്ട് സർവീസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കേരള ബാക്ക് വാട്ടർ സർവീസ് ഇവരുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഒരു പാക്കേജാണ് നമ്മൾ എടുത്തത്. പല രീതിയിലുള്ള പാക്കേജാണ്. മിനിമം 2 പേരാണ്. അല്ലേടാ, 2 പേരല്ലേ നമുക്ക് മിനിമം 2 പേരാണ്. ഇത് സമയത്തിനനുസരിച്ചാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സംഭവം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ്. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ കേരള ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു ബോർഡ് കാണാം. ഇതിൽ തന്നെ നമുക്ക് അവരെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്, 2 കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമുക്ക് എവിടെയൊക്കെ പോകാൻ കഴിയും, സ്ഥലങ്ങളെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്കിരുന്ന് സംസാരിക്കാൻ വേണ്ടിയുള്ള സ്പേസസ് ഉണ്ട്. ഇതിൽ നമുക്ക് ബോർഡൊക്കെ കാണിട്ടോ. ഇങ്ങനെ ബോർഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഈ ഒരു ബോട്ട് സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. റേറ്റൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്നതിന് ശേഷം ഇവരുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി. ആൾക്കെണ്ണത്തിനനുസരിച്ചൊക്കെ നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു റേറ്റൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ നമുക്ക് ഉള്ള പ്ലേസസ്. നെയ്യാർ റിവർ ഉണ്ട്, AVM കനാലുണ്ട്, മാൻഗ്രൂവ്സ് കണ്ടൽക്കാടുകളുണ്ട്. അടിപൊളിയാണ് അതിനകത്തുള്ളത് അല്ലേ? അതിലെ യാത്രയൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബേർഡ് വാച്ചിങ് ഏരിയ ഉണ്ട്, കോക്കനട്ട് ഐലൻഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് കോട്ടേജ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, എലഫൻറ്റ് റോക്ക്, ഒരു ആന വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീൽ ഉള്ള സ്ഥലമാണ്. മദർ മേരി സ്റ്റാച്യു, ഇത് തമിഴ്നാടിൻ്റെ അതിർത്തിയല്ലേ? അത് തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്. ഈസ്റ്ററി പോയിന്റ്, ഗോൾഡൻ സാൻഡ് ബീച്ച്. ഓക്കെ, പ്ലേസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അദ്ദേഹം പേര് പറയാം, സുധീഷ്. ഇദ്ദേഹം പറഞ്ഞു തരും. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ നെയ്യാർ റിവർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മോട്ടോർ ബോട്ടാണ്, 7 സീറ്റ് കപ്പാസിറ്റി ആണ്. സേഫ്റ്റി എല്ലാം ഡ്രൈവർ കം ഗൈഡ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. ഇവിടെ സ്റ്റാർട്ട് AVM കനാൽ, അനന്ത വിക്ടോറിയ മാർത്താണ്ഡവർമ്മ കനാൽ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷനുള്ള കനാലാണ്. ആ കനാലിനുള്ളിൽ കൂടെ കയറിയിട്ട് മാംഗ്രൂവ്സ് സെയിം ആമസോണിന്റെ സെയിം ഫീലിംഗ് ആണ്. സെയിം ഫീലിംഗ് ആണ്. പിന്നെ അനക്കൊണ്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്യുന്ന ഇതൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. പിന്നെ ബേർഡ്സ് വാച്ചിങ് ഏരിയ, ഒരുപാട് പക്ഷികളുടെ ഒരു ബേർഡ്സ് വാച്ചിങ് ഏരിയ. അതുകൊണ്ട് ഇപ്പോൾ കോക്കനട്ട് ഐലൻഡ് പ്ലാന്റേഷൻ, കോക്കനട്ടിന്റെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ. അത് ഫ്ലോട്ടിംഗ് കോട്ടേജ് മഹീന്ദ്ര ക്ലബിന്റെയാണ് ഫ്ലോട്ടിംഗ്. അത് കഴിഞ്ഞിട്ട് തൊട്ടത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. വൈബ് എക്സ്പീരിയൻസ് ആണ്. വെജിറ്റേറിയൻ സെപ്പറേറ്റ്, നോൺ വെജിറ്റേറിയൻ സെപ്പറേറ്റ്, സീ ഫുഡ് അവൈലബിൾ ആണ്. ആൾമോസ്റ്റ് 7 floating restaurants there. You can choose there. Otherwise, you can take tea, snacks, everything is possible. Okay. And this is the elephant rock. It's God's gift. Elephant rock. It is natural. നമ്മൾ ഒരു ആന എനിക്കുന്നതായിട്ട് തോന്നുന്നത് വെള്ളത്തിലിറങ്ങി ഹാൻഡ്മെയ്ഡ് അങ്ങനെ ഒന്നും, ഒരു ആർട്ടിഫിഷ്യൽ അങ്ങനെ ഒന്നും. നാച്ചുറൽ. മദർ മേരി സ്റ്റാച്യു. ഇത് ബോർഡർ തമിഴ്നാടിന്റെ അണ്ടർഗ്രൗണ്ട് ചർച്ച്. Underground church is also there. And this is the main point, the estuary point. This Neyar River and Arabian Sea meeting point. The main point is the estuary point. The last is Neyar River. That's the main point. Coast, Arabian Sea. Arabian Sea. The last in the middle island is Golden Sand. We will drop there. അവിടെ ഇറക്കി അവിടെയാണ് നമ്മുടെ ഡ്രോപ്പിംഗ് പോയിന്റ്. ഹോർസ് റൈഡ്, ക്യാമറ റൈഡ്, ഇൻസ്റ്റന്റ് ഫോട്ടോസ്, മെനി എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. Golden sand is same with gold, so it is known as golden sand. Clean and very beautiful. കോവളത്തിലുള്ളതിനേക്കാളും വ്യത്യസ്തമാണ് നമ്മുടെ അല്ലേ? ഒരുപാട് വ്യത്യാസം. അതിനുശേഷം നമ്മൾ തിരിച്ചു. വിവരങ്ങളെല്ലാം കേട്ടല്ലോ. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഞാനും ഉണ്ട്, എൻ്റെ സുഹൃത്തായിട്ടുള്ള വിജയകുമാർ എന്ന് പറഞ്ഞ സാറും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ബോട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ബോട്ടൊക്കെ ഇവിടെ റെഡിയാണ്. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളോട് പറയാം. ബോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരുമാണ് പോകുന്നത്. നേരെ പോയിട്ട് ഞങ്ങൾ പറയാം എങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞു. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം പോകുന്ന കാഴ്ച. നമ്മുടെ ബോട്ട് എടുത്തു കഴിഞ്ഞു. നമ്മളിനി പോവാണ് നേരെ. നമുക്ക് പോകുന്ന വഴിക്ക് വേറെയും ഒരുപാട് ബോട്ടുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട്. നല്ല സംഭവം കാണാം ഇടയ്ക്കിടയ്ക്ക് ബോട്ടുകൾ. അടുത്തൊരു ബോട്ട് അടുത്തിടെ പോകുന്നുണ്ട്. കൂടുതൽ സഞ്ചാരികളും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ എത്തുന്നത്.
ചാർജറുണ്ട് കയ്യിലുണ്ട്. ഇപ്പം ഇല്ല, ഇപ്പം ചെയ്യാൻ പറ്റില്ല. അതെ അതെ. അപ്പോൾ നമ്മൾ നമ്മൾ കണ്ടൽക്കാടിലേക്ക് വരികയാണ്. ഇതാണ് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ഇതാണ് ഒരു എക്സ്പീരിയൻസ്, കിട്ടുന്ന എക്സ്പീരിയൻസ്. ഇത് കറങ്ങി നമ്മൾ ഒരു ഐലൻഡാണ്, ഈ ഐലൻഡിലൂടെ കറങ്ങി നമ്മൾ എത്തും. ഓക്കെ, കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെ കേട്ടോ അല്ലേ. വഴിയിൽ ഇപ്പോൾ കണ്ടതാ കേട്ടോ, അതെ വള്ളത്തിൽ കരിക്ക് വിൽക്കുന്ന. ഇപ്പോൾ വേണ്ട, നമുക്ക് നോക്കാം, പിന്നീട് നോക്കാം. ഇപ്പോൾ വേണ്ട. വള്ളത്തിൽ കരിക്ക് വിൽക്കുന്നുണ്ട് ഒരാൾ. പാലം കാണാം കേട്ടോ, ആ ഒരു ചെറിയ പാലം. ഈ കാണുന്നത് ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് തമിഴ്നാടാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജീസസ് മദർ മേരി സ്റ്റേറ്റ്. ഇറക്കി ഇവിടെ കുറേ പുലിമുട്ട് ഇറക്കിയിട്ടിരിക്കുന്ന കാണാം. ഹാർബറിന് വേണ്ടി ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലോട്ടിംഗ് കോട്ടേജ്. നമുക്കിവിടെ താമസിക്കാൻ പറ്റും. ആ ഒരു കോട്ടേജ് റെന്റിന് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. പറഞ്ഞ് ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ എലിഫന്റിൻ്റെ ഷേപ്പിലുള്ള പാറ കേട്ടോ. നമ്മുടെ അകലേന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കടലും കായലും കൂടെ ചേരുന്ന സ്ഥലം കേട്ടോ. ഇതാണ് കടലും കായലും ചേരുന്ന വഴി. മീറ്റിംഗ് പോയിന്റ് ബീച്ചിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പല ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് ക്യാമറയായിട്ട് നടക്കുന്നതാണ്. ചെറിയൊരു കടകളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലൊന്ന് ഇറങ്ങി ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ജാക്കറ്റൊക്കെ ഊരി വെച്ചു, ഊരിയിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ പോലെ ബോട്ട് സ്റ്റാൻഡ് ഇവിടെ നിരത്തി ബോട്ടുകളെല്ലാം അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയി ഒരു 2 നൊക്കൊക്കെ കഴിച്ചു. ഒരു നൊങ്കിന് 50 രൂപയാണ്. അറിയാലോ, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് പൈസയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബോട്ടിലൊന്ന് കയറി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റൊക്കെ കാണാം. എല്ലാവരും റെസ്റ്റോറൻറ്റിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ആസ് യൂഷ്വൽ റേറ്റൊക്കെ നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. നല്ല വെയിലാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ല, കണ്ണടിക്ക് പോകുന്ന വെയിലാണ്. സോ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ റിസോർട്ടുകളാണ്. ഇവിടെ കേട്ടോ കുറേ റിസോർട്ടുകളുണ്ട്. അടുത്ത് കാണുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പറഞ്ഞാൽ KM മാണിയുടെ ഒരു റിസോർട്ടാണ് പറയുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്.